നമസ്കാരം. ഒരിക്കൽ കേരളത്തിന്റെ രാഷ്ട്രീയ വേദിയിൽ ഇടിമുഴക്കമായിരുന്ന ഒരു നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്ന് വീണ്ടും ചർച്ചയാവുകയാണ്. പക്ഷെ ഇത്തവണ ആ ചർച്ച ഉയരുന്നത് പ്രതിപക്ഷ വേദികളിൽ നിന്നല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്വന്തം രാഷ്ട്രീയ കുടുംബത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നാണ്. അധികാരത്തിന്റെ ഇടനാഴികളിൽ വർഷങ്ങളായി അടച്ചുപൂട്ടി വെച്ചിരുന്ന ചോദ്യങ്ങൾ വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ, അതും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുമ്പോൾ, അത് വെറും വ്യക്തിപരമായ വികാര പ്രകടനമായി മാത്രം കാണാനാകുന്നു. അതോടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉള്ളറകളിൽ വർഷങ്ങളായി കെട്ടിക്കിടന്ന അസ്വസ്ഥതകളുടെ പ്രതിധ്വനിയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതത്തെയും പാർട്ടിയെയും ചുറ്റിപ്പറ്റി ഉയർന്ന പുതിയ വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ആത്മപരിശോധനയുടെ വാതിലുകൾ തുറക്കുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അവയുടെ ആശയങ്ങളാണ്. എന്നാൽ പലപ്പോഴും പ്രസ്ഥാനങ്ങളെ ദുർബലമാക്കുന്നത് പുറത്തുനിന്നുള്ള ആക്രമണങ്ങളല്ല, ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി നടത്തിയ പരാമർശങ്ങൾ അത്തരമൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നും സംഘടനാ അച്ചടക്കത്തിന്റെയും കൂട്ടായ നേതൃത്വത്തിന്റെയും മാതൃകയായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിന്റെ പേജുകൾ മറച്ചു നോക്കുമ്പോൾ പല ഘട്ടങ്ങളിലും നേതൃത്വ തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വ്യക്തികൾക്കപ്പുറം സംഘടനയാണ് പ്രധാനമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനത്തിനകത്ത് പോലും വ്യക്തിനിഷ്ഠമായ തീരുമാനങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഇടയ്ക്കിടെ ഉയർന്നിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് വിനോദിനിയുടെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. അതൊരു കുടുംബാംഗത്തിന്റെ വികാര പ്രകടനം എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇടയാക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും അവസാന കാലഘട്ടത്തിലെ അനുഭവങ്ങളെയും കുറിച്ചുള്ള വിലയിരുത്തലുകൾ വീണ്ടും പൊതുചർച്ചയിലേക്ക് വരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരെയാണ് പരോക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി തുറന്നടിച്ചിരിക്കുന്നത്. കോടിയേരിയുടെ മരണശേഷം CPMന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയാണെന്ന് വിനോദിനി തുറന്നു പറയും. നേതാക്കൾ കുടുംബത്തെ തിരിഞ്ഞു പോലും നോക്കിയില്ല. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗം ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നും വിനോദിനി കോടിയേരി ആരോപിക്കുന്നു. 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുടുംബത്തിന്റെ സൗഖ്യം അന്വേഷിച്ചില്ല എന്നും പറയുന്നു. പച്ചക്കുതിര എന്ന മാസികയിലെ അഭിമുഖത്തിലാണ് വിനോദിനി കോടിയേരിയുടെ തുറന്നു പറച്ചിൽ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സമൂഹത്തോട് എന്നും തുറന്ന വിമർശനവും ആത്മവിമർശനവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിമർശനം ഉയരുമ്പോൾ അതിന്റെ നിശബ്ദത കൊണ്ട് നേരിടുന്നതിന് പകരം രാഷ്ട്രീയമായും സംഘടനാപരമായും മറുപടി നൽകേണ്ട ബാധ്യത നേതൃത്വത്തിനുണ്ട്. കാരണം ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവയെ അവഗണിക്കുന്നത് പലപ്പോഴും കൂടുതൽ സംശയങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പൊതുജനങ്ങൾ നേതാക്കളുടെ പ്രസംഗങ്ങൾ മാത്രമല്ല വിലയിരുത്തുന്നത്, അവർ സംഘടനകളുടെ പ്രതികരണങ്ങളും നിരീക്ഷിക്കാറുണ്ട്. ഒരു പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത അതിന്റെ വിമർശകരെ എങ്ങനെ നേരിടുന്നു എന്നതിലും പ്രതിഫലിക്കുന്നു. അതിനാൽ വിനോദിനിയുടെ പരാമർശങ്ങൾ ശരിയോ തെറ്റോ എന്ന ചർച്ചയ്ക്കപ്പുറം അവ ഉയർത്തിയ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണ്. രാഷ്ട്രീയ ചരിത്രം നമ്മെ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്: മതിലുകൾക്കുള്ളിൽ അടച്ചുവെച്ച ചോദ്യങ്ങൾ ഒരു നാൾ പൊതുവേദികളിലേക്ക് വരും. അപ്പോൾ അവയെ നേരിടേണ്ടത് വികാരങ്ങൾ കൊണ്ടല്ല, വ്യക്തത കൊണ്ടാണ്. കോടിയേരിയുടെ ഓർമ്മകളെ ചുറ്റിപ്പറ്റിയുള്ള ഈ പുതിയ വിവാദവും അതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തി അതിന്റെ വിമർശകരെ നിശബ്ദരാക്കുന്നതിലല്ല, അണികളെ ഉയർന്നു വരാൻ അനുവദിക്കാത്തതിലോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ വെട്ടി നിരത്തുന്നതിലോ അല്ല. ഉയരുന്ന ചോദ്യങ്ങൾക്ക് വിശ്വാസ്യതയുള്ള മറുപടി നൽകേണ്ടി വരും. ആ മറുപടിക്കായി കേരള രാഷ്ട്രീയം ഇന്ന് കാത്തിരിക്കുകയാണ്.